ഇനി വി ആർ കമ്മിങ് ടു ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വേരിയേഷണൽ മെത്തേഡിൽ നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിച്ചു. അപ്പോൾ ഈ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷനിൽ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം. അതായത് ദിസ് ഇസ് എ മാത്തമാറ്റിക്കൽ ടെക്നിക് ടു ഫൈൻഡ് എ ലോക്കൽ മാക്സിമം ഓർ എക്സ്ട്രീമം ഓഫ് എ ഫംഗ്ഷൻ സബ്ജക്റ്റ് ടു എ അതായത് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഗിവൺ ഫംഗ്ഷനിൽ ഒരു കൺസ്ട്രെയിൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എക്സ്ട്രീമം അല്ലെങ്കിൽ മാക്സിമം ഓർ മിനിമം, അതിനെയാണല്ലോ നമ്മൾ എക്സ്ട്രീമം എന്ന് പറയുന്നത്, അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ കൺസ്ട്രെയിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഫംഗ്ഷനിൽ ഒരു കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും, അല്ലേ, കൺസ്ട്രെയിൻറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൺസ്ട്രെയിൻ്റെ ഡെറിവേറ്റീവും ആ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് ഒരു ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. കൺസ്ട്രെയിൻ്റെ ഡെറിവേറ്റീവും സെയിം പ്രോബ്ലത്തിൽ അപ്ലിക്കബിൾ ആയിരിക്കണം, അപ്ലൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, നമ്മളതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും, പിന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ആക്ച്വലി ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്ട്രാറ്റജി ഫോർ ഫൈൻഡിങ് ദി ലോക്കൽ മാക്സിമ ഓർ മിനിമ. അതായത് നമുക്ക് എക്സ്ട്രീമം കണ്ടുപിടിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത്. വെൻ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്, അതായത് കൺസ്ട്രെയിൻസ് വരുമ്പോഴും നമ്മുടെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൺസ്ട്രെയിൻസ് വരുമ്പം നമുക്ക് ലോക്കൽ മാക്സിമ ഓർ മിനിമ, അതിനെയാണ് നമ്മൾ എക്സ്ട്രീമം എന്ന് പറയുന്നത്, അത് കണ്ടുപിടിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ തിയറം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഗ്രേഡിയൻ്റ് ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റായിട്ട് നമ്മൾ ഈ കൺസ്ട്രെയിൻറ്റിനെ എഴുതുമ്പം ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി ഗ്രേഡിയൻറ്റ് ഓഫ് കൺസ്ട്രെയിൻസ്. അതായത് നമ്മൾ കൺസ്ട്രെയിൻറ്റിനെ ഒരു ഗ്രേഡിയൻ്റായിട്ട് എഴുതുന്നു. സോ ഇറ്റ് ഹാവ് ടു, നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് കൺസ്ട്രെയിൻ്റായിട്ട് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. അതാണ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ, സം ഓഫ് ടേംസ് ആയിട്ട്. അപ്പോൾ അതാണ് തിയറം, ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ തിയറം പറയുന്നത്. അപ്പോൾ അത് നമ്മളൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് കൺസ്ട്രെയിൻ്റ് ആയിട്ട് എഴുതുമ്പം, അതായത് ഈ കൺസ്ട്രെയിൻറ്റിൻ്റെ ഗ്രേഡിയൻറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ നമ്മുടെ ഫംഗ്ഷനെ ചേഞ്ച് ചെയ്ത് എഴുതും. അപ്പോൾ അതിനൊരു മൾട്ടിപ്ലയർ ഉണ്ടായിരിക്കും. ഓക്കെ, മൾട്ടിപ്ലയർ ഓഫ് ദാറ്റ് ലീനിയർ ടേം, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഈ കൺസ്ട്രെയിൻറ്റിൻ്റെ ഗ്രേഡിയൻസിന് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാ കൺസ്ട്രെയിൻറ്റിനും ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടായിരിക്കും, ആൻഡ് എല്ലാ ഗ്രേഡിയൻറ്റിനും ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കൺസ്ട്രെയിൻറ്റിൻ്റെ ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷൻസ്, അതായത് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്രേഡിയൻസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ദ ഡയറക്ഷൻ ഓഫ് ദ ഗ്രേഡിയൻ്റ് ഓഫ് ദ ഫംഗ്ഷന് ഇക്വലൻ്റ് ആയിരിക്കും. ഈ ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷൻ ഈസ് ഓൾവേസ് നോർമൽ ടു ദി സർഫസ് ആയിരിക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് 0 ഇൻ എവരി ഫീസിബിൾ ഡയറക്ഷൻ, അല്ലേ? ഈ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആണെന്ന് പറയുമ്പം നമുക്ക് പറയാൻ പറ്റും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ഇൻ എവരി ഡയറക്ഷൻ. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ദി ഗ്രേഡിയൻ്റ് ഓഫ് കൺസ്ട്രെയിൻറ്റ്, നമ്മൾ കൺസ്ട്രെയിൻ്റെ ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കണു. അത് നാച്ചുറലി ലീഡ് ചെയ്യുന്നത് റീഫോർമേഷൻ ഓഫ് ദി ഒറിജിനൽ പ്രോബ്ലമാണ്. നമ്മളുടെ ഒറിജിനൽ പ്രോബ്ലത്തിനെ നമ്മൾ കൺസ്ട്രെയിൻറ്റിൻ്റെ ഗ്രേഡിയൻ്റ് വെച്ചിട്ട് റീഫോം ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അതിലേക്കാണ് നമ്മളിനി വരാൻ പോകുന്നത്. So the method of Lagrange multiplier is widely used to solve challenging constraint optimization problems. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു സമ്മറൈസേഷൻ എന്താണെന്ന് വെച്ചാൽ,
ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ സ്റ്റേഷനറി പോയിൻറ്റ്, അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ്ട്രീമം അല്ലെങ്കിൽ മിനിമം അല്ലെങ്കിൽ സ്റ്റേഷനറി, അതാണല്ലോ നമ്മുടെ കണ്ടീഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു ദ ക്വാണ്ടിറ്റി കൺസ്ട്രെയിൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രീമം കണ്ടുപിടിക്കാനുള്ള നമ്മളുടെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺസ്ട്രെയിൻറ്റ് കൺസിഡർ ഇറ്റ് ഈസ് ജി ഓഫ് എക്സ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ആ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടുത്തെ എക്സ്ട്രീമം അല്ലെങ്കിൽ മിനിമം അല്ലെങ്കിൽ സ്റ്റേഷനറി എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ, അത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമ്മൾ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയറിനെ കുറിച്ച് കൂടുതൽ നോക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്നല്ല എടുക്കാറ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇൻ്റഗ്രൽ എടുക്കുന്നില്ല, നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാണ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെറ്റ്. എക്സ് വൈ സെറ്റ് എന്താണ്? 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ ഫോർ എക്സ്ട്രീമം എന്ന് പറയുന്നത് എന്താണ്? ഡി എഫ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. നമ്മൾ ഇൻ്റഗ്രൽ ആവുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ജെ ആണ്. അപ്പോൾ ഡോ ജെ ബൈ ഡോ ആൽഫ അറ്റ് ആൽഫ ഈക്വൽ ടു 0 എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ എക്സ്ട്രീമം ആവാനുള്ള കണ്ടീഷൻ, ഇതൊരു സിമ്പിൾ ഫംഗ്ഷനാണ്, ഇൻ്റഗ്രൽ ഒന്നുമല്ല. സോ ഇറ്റ് ഈസ് എക്സ്ട്രീമം കണ്ടീഷൻ ഡി എഫ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഫോർ എഫ് ടു ബി മിനിമം ഓർ എക്സ്ട്രീമം. So we can write like this: dou f by dou x equal to dou f by dou y equal to dou f by dou z which is equal to 0. Separately 0 ആയിരിക്കണം. ഈ എഫ് ഇസ് ഈക്വൽ ടു 0 ആവാൻ വേണ്ടിയിട്ട് ഈ 3, കാരണം ഈ എഫ് എന്ന് പറയുന്നത് 3 എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ആൻഡ് ഇത് 3ഉം സെപ്പറേറ്റ് ആയിട്ട് 0 ആവണം. സോ ദിസ് ഡി എഫ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഈസ് എക്സ്ട്രീമം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഒന്ന് കൺസിഡർ ചെയ്യുക. ആക്ച്വലി ഈ എക്സ് വൈ സെറ്റ് ഇത് 3ഉം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് നോട്ട് ഫുള്ളി ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ സെറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ we can avoid this set. Here all independent variable are not independent actually, because due to constraint one independent variable may be a function of other 2 independent variable. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടേമിൽ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതിനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനിൽ ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇഫ് ദിസ് ഫംഗ്ഷൻ കണ്ടെയ്ൻ എ കൺസ്ട്രെയിൻറ്റ് then we can write one independent variable in terms of other 2. What does it mean? That the constraint increases, independent variable decreases. അതായത് കൺസ്ട്രെയിൻസ് കൂടുന്തോറും നമുക്കതിനെ ബാക്കിയുള്ളതിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ നമ്പർ കുറയും. അപ്പോൾ കൺസ്ട്രെയിൻ ഇൻക്രീസസ്, ദി നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിക്രീസസ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഈ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ യൂസ് ചെയ്യാൻ പറ്റുക? നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇനി എങ്ങനെയാണ് അത് യൂസ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുക ഒരു കൺസ്ട്രെയിൻറ്റ്. ദിസ് ഈസ് ദ കൺസ്ട്രെയിൻറ്റ് phi which is the function of these 3 independent variable x, y, z and setting equal to 0 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് എ കൺസ്ട്രെയിൻ വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് ദീസ് 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് സെറ്റിംഗ് ദിസ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ഫൈനെ എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ടേമിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: ഡോ ഫൈ ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഡി വൈ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെറ്റ് ഡി സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈ സെറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല. വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ. സോ ദാറ്റ് വി ഹാവ് ടു കൺസിഡർ ദിസ് ഡി ഫൈ ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഡി ഫൈ ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രം ദിസ് വി ക്യാൻ ഗെറ്റ് വാട്ട് ഇസ് ദിസ് ടേം അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. സോ മൈനസ് ഡോ ഫൈ ബൈ ഡോ സെറ്റ് ഡി സെറ്റ് ഈക്വൽ ടു ദിസ്.
ഡോ ഫൈ ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഡി വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻറ്റിൻ്റെ ഡെറിവേറ്റീവിലേക്ക് എഴുതിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു ഇൻഡിപെൻഡൻറ്റിനെ ഇൻ ടേംസ് ഓഫ് ബാക്കി രണ്ട് ഇൻഡിപെൻഡൻറ്റ് ടേംസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുകയാണ് ചെയ്തത്. ഓക്കെ, അഗെയിൻ കമ്മിങ് ടു ദിസ് ഇക്വേഷൻ. ഇനി ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ ഒരു ടേമിന് പകരം ഈ ഒരു ടേം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഡി എഫ് എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈയുടെയും മാത്രം ടേമിലേക്ക് കൺവേർട്ടഡ് ആവും അല്ലേ. സെറ്റ് എന്ന് പറഞ്ഞ ഒരു ടേം അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അവിടെ ഉണ്ടാവില്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അവിടെ കുറയും അല്ലേ. അപ്പോൾ ഒരു കൺസ്ട്രെയിൻറ്റ് വന്നപ്പം അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കുറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു ടേമിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ വി വിൽ ഗെറ്റ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി വൈ പ്ലസ് ലാംഡ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഡി വൈ. ഓക്കെ, ഹിയർ ലാംഡ ഈസ് എ മൾട്ടിപ്ലയർ. ലാംഡേനെ പറയുന്നതാണ് മൾട്ടിപ്ലയർ ഓർ കോഎഫിഷ്യൻറ്റ്. ആൻഡ് വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദി കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻ അല്ലേ. ഇതാണ് ഫൈ ആണ് നമ്മുടെ കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻ. ഫൈ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെറ്റ് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. ഹിയർ ദിസ് ഫൈ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഓക്കെ, എനിവേ ഫൈ ഇസ് ദ കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻ. അതിൻ്റെ ഡെറിവേറ്റീവാണ്, ഫസ്റ്റ് ഡെറിവേറ്റീവാണ് ഈ ഒരു ടേം. ഓക്കെ, ഹിയർ ദിസ് ലാംഡ എന്ന് പറയുന്നത് മൈനസ് എഫ് സെഡ് ബൈ ഫൈ സെഡ് ആണ്. ഫൈ സെഡ് എന്ന് വെച്ചാൽ എന്താണ്? ഫൈ സെഡ് ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ സെഡ് ആണ്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം. നെക്സ്റ്റ്, ഓക്കെ, നമുക്ക് അടുത്തത് ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യാണ്. സോ ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് എഫ് സെഡ് ബൈ ഫൈ സെഡ്. എങ്ങനെയാണ് ഈ ലാംഡയ്ക്ക് മൈനസ് എഫ് സെഡ് ബൈ ഫൈ സെഡ് എന്ന് വന്നതെന്ന് പറയാം. നമുക്ക് ഡി എഫ് അറിയാം ആൻഡ് ഡി ഫൈ അറിയാം. സോ വി ക്യാൻ റൈറ്റ് ഡി എഫ് പ്ലസ് ലാംഡ ഡി ഫൈ. ലാംഡ ഒരു മൾട്ടിപ്ലയർ ആയിട്ട് കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഇതൊന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. സോ ഡി എഫിന് തന്നെ നമുക്ക് 3 ടേം ഉണ്ട് അല്ലേ. ഫസ്റ്റ് വൺ എക്സ് വൈ സെറ്റ്, 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ലാംഡ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് സെക്കൻഡ് ടേം ഇതുപോലെ ആയിരിക്കും. തേർഡ് ടേം ഇൻ ടേംസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സെറ്റിൻ്റെ ടേംസിൽ വരും. ഓക്കെ, നൗ നമ്മൾ ഒരു കൺസ്ട്രെയിൻ വന്നപ്പം ഇവിടെ സെറ്റിൻ്റെ ടേം ക്യാൻസൽ ചെയ്തു, സെറ്റിൻ്റെ ടേം വാനിഷ് ചെയ്യണം. സോ വി ക്യാൻ റൈറ്റ് ദിസ് ടേം ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷനിൽ സെറ്റിൻ്റെ ടേമാണ് വാനിഷ് ചെയ്യുന്നത്. അതായത് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം, ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എന്ന് പറയുമ്പം കൺസ്ട്രെയിൻ്റെ കേസിലാണ്. അപ്പോൾ കൺസ്ട്രെയിൻറ്റ് വന്നപ്പം ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ക്യാൻസൽ ചെയ്യണം. സോ നമ്മളിവിടെ ക്യാൻസൽ ചെയ്തത് സെറ്റ് ടേം ആണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0 നമുക്ക് എഴുതാൻ പറ്റും. സെറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വിച്ച് ഹാവ് ടു എലിമിനേറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷന് ദിസ് ഡോ ഫൈ ബൈ ഡോ സെറ്റ് എന്ന് പറയുന്നതാണ് ഫൈ സെറ്റ് അല്ലേ. ഇവിടെ ഡോ എഫ് ബൈ ഡോ സെറ്റ് എന്ന് പറയുമ്പം എഫ് സെറ്റ് ഈക്വൽ ടു മൈനസ് ലാംഡ ദിസ് ഡോ ഫൈ ബൈ ഡോ സെറ്റ് എന്ന് പറയുമ്പം ഫൈ സെറ്റ് എന്ന് വരും. ഫ്രം ദിസ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് ലാംഡ ഈക്വൽ ടു മൈനസ് എഫ് സെറ്റ് ബൈ ഫൈ സെറ്റ്. ഓക്കെ, ദിസ് ഇസ് ദ മൾട്ടിപ്ലയർ. അങ്ങനെയാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടിയത്. ഓക്കെ, നൗ ദിസ് ലാംഡ, ദിസ് ഇസ് കോൾഡ് ദ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ. ഓക്കെ, നൗ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫൈ സെറ്റ് ഡോ ഫൈ ബൈ ഡോ സെറ്റ് ഈക്വൽ ടു 0 ആവും. സോ ഫ്രം ദിസ് ഇക്വേഷൻ ലാംഡ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ഉണ്ടാവില്ല സെറ്റിൻ്റെ ടേംസിൽ. സോ നമുക്ക് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാൻ പിന്നെ ഉള്ളത് എന്താണ് സൊല്യൂഷൻ? ബാക്കിയുള്ള ടേംസ് ഇത് രണ്ടും മാത്രമാണ് അല്ലേ. ഇതിൽ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് ആർബിട്രറി ടേംസ് ആയതുകൊണ്ട് തന്നെ അത് 0 ആവില്ല. പിന്നെ എന്താണ് 0 ആവുന്നത്? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻസൈഡ് ബ്രാക്കറ്റ് അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് 0 ആയിരിക്കണം. ദിസ് ബ്രാക്കറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 0 ആവണം ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം.
ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. സിൻസ് ഡി എക്സ് ആൻഡ് ഡി വൈ ആർ ആർബിട്രറി, ഇറ്റ് വിൽ നോട്ട് ബി 0 ആൻഡ് ദ ടേം ഇൻസൈഡ് ദ ബ്രാക്കറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 0 ടു സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ഓരോ ബ്രാക്കറ്റും സെപ്പറേറ്റ് ആയിട്ട് 0 ആവണം. ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ദിസ് ലാംഡ. ലാംഡ ഇസ് ദ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ. ഇവിടെ സെഡ് എന്ന് പറയുന്നത് വാനിഷ് ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൺസിഡർ ദിസ് അസ്യൂം ദിസ് ഫൈ സെറ്റ് ഡോ ഫൈ ബൈ ഡോ സെറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതിയത്. വെൻ ദിസ് ടേം വാനിഷസ്, ഈ രണ്ട് ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രം ദിസ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ദി ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ലാംഡ. Now when this condition is satisfied, we can say that df is equal to 0. df എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ f എന്ന് പറയുന്നത് എക്സ്ട്രീമം അല്ലെങ്കിൽ മിനിമം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എഫ് എന്ന് പറയുന്നത് എക്സ്ട്രീമം ആവാനുള്ള ഒരു കണ്ടീഷൻ അതാണ്. അപ്പോൾ ഇതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി എഫ് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. സോ we can find f is an extremum. ചില കേസിൽ നമുക്ക് ഈ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ അതിനെ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചത് 0 ആവുന്ന കേസ്. അതെപ്പോഴാണ്? ലാംഡ വാനിഷ് അറ്റ് ദി എക്സ്ട്രീമം. ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ ഫൈ ബൈ ഡോ വൈ, ഡോ ഫൈ ബൈ ഡോ സെറ്റ് അതൊക്കെ 0 ആവുക. എക്സ്ട്രീമം കേസിൽ അത് 0 ആവുന്ന കേസിൽ നമുക്ക് ലാംഡ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ ലാംഡേനെ പറയുന്നതാണ് ലഗ്രാഞ്ചിയസ് അൺഡിറ്റർമിൻഡ് മൾട്ടിപ്ലയർ. ഇനി നമ്മൾ ഒരു ജനറലൈസിങ് റിസൾട്ട് പറയാണ്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് 1 കൺസ്ട്രെയിൻ ഇവിടെ ഒരു നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞു കൺസ്ട്രെയിൻസ് കൂടുന്തോറും അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണം കുറയും. അപ്പോൾ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് കെ. ഓക്കെ, കെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും. ആൻഡ് ഐ റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ആൻഡ് ദിസ് 5k എന്ന് പറയുന്നത് കൺസ്ട്രെയിൻറ്റിൻ്റെ നമ്പറുമാണ്. മോർ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും മോർ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ ജനറലൈസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് സിഗ്മ സമ്മേഷൻ ഓഫ് കെ ലാംഡ കെ ഡോ ഫൈ കെ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഐ ഈക്വൽ ടു 0. Here I is equal to 1, 2, 3 etc. n. Here 5k represent a set of constraints and with the separate Lagrangian multiplier lambda k for separate constraint. ഓരോ കൺസ്ട്രെയിനും സെപ്പറേറ്റ് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ഉണ്ടായിരിക്കും. ഈ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണ്, വിച്ച് ഈസ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. അപ്പോൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് എ ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലത്തിലാണ് നമ്മൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പറയുന്നത്. അപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആയിട്ട് കൺസിഡർ ചെയ്യുക, സ്മോൾ എം ആയിട്ട് കൺസിഡർ ചെയ്യുക. പാർട്ടിക്കിൾ എം മാസുള്ള പാർട്ടിക്കിൾ കണ്ടെയ്ൻ ചെയ്യുന്ന ബോക്സ് ഒരു റെക്റ്റാങ്കുലാർ ആണ്. അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ABC ആണ്. നമുക്ക് പാർട്ടിക്കിളിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഒരു പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്നുള്ള കൺസെപ്റ്റിൽ വാട്ട് ഈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഈക്വൽ ടു h²/8m ഇൻറ്റു 1/a² പ്ലസ് 1/b² പ്ലസ് 1/c². ഓക്കെ, ഹിയർ ABC എന്ന് പറയുന്നത് വിച്ച് ഈസ് വേരിയബിൾ. അപ്പോൾ ഇവിടെ ക്യൂബിക്കൽ ബോക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ABC ആർ ദ ലെങ്ത് ഓഫ് ദി എഡ്ജസ് ഓഫ് ദി ബോക്സ് അല്ലേ. ആൻഡ് M ഈസ് ദ മാസ് ആൻഡ് H ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, അത് നമുക്ക് അറിയാവുന്നതാണ്. ആൻഡ് ഹിയർ ദിസ് നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എനർജി ഷുഡ് ബി മിനിമൈസ്ഡ് ആയിരിക്കണം. എനർജീനെ നമുക്ക് മിനിമൈസ് ചെയ്യണം അല്ലേ.
അപ്പോൾ അതാണ് നമ്മളുടെ എക്സ്ട്രീമം കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ. എനർജി ഷുഡ് ബി മിനിമൈസ്ഡ്. The mechanic box energy to be minimized subject to the constraints. അപ്പോൾ നമ്മളിവിടെ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയറിൻ്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എനർജി ടു ബി മിനിമൈസ്ഡ്. നമുക്കിവിടെ മിനിമൈസ് ചെയ്യേണ്ടത് എനർജിയാണ്. ആൻഡ് ഇവിടുത്തെ കൺസ്ട്രെയിൻ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻ്റ് അല്ലേ. ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ വരുമ്പോൾ ഒരു കൺസ്ട്രെയിൻ കൺസിഡർ ചെയ്യുമല്ലോ. നമ്മുടെ ഇവിടുത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് വോളിയമാണ്. വോളിയം ഈസ് എ കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, ബൈ യൂസിങ് ദിസ് കൺസ്ട്രെയിൻറ്റ് എനർജി ഷുഡ് ബി മിനിമൈസ്ഡ്. വാട്ട് ഈസ് ദ മെത്തേഡ് വി അഡോപ്റ്റ് ഹിയർ, വിച്ച് ഈസ് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പം നമ്മളുടെ കണ്ടീഷൻ ഫോർ എക്സ്ട്രീമം എന്ന് പറയുന്നത് എന്താണ്? ദി ഡെറിവേറ്റീവ് ഓഫ് ദിസ് എനർജി ഷുഡ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ. നമ്മൾ മുന്നത്തെ കേസിലൊക്കെ ഡോ ജെ ബൈ ഡോ ആൽഫ ഈക്വൽ ടു 0 അതല്ലേ കണ്ടീഷൻ ഫോർ മിനിമം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഡോ ഇ, അതായത് ഡോ ഇ വിത്ത് റെസ്പെക്ട് ടു എ ബി സി ആണ് നമ്മളുടെ വേരിയബിൾ. അപ്പോൾ എനർജിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കണം. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ എക്സ്ട്രീമം. ഹിയർ വേരിയബിൾ എന്ന് പറയുന്നത് എ ബി സി ആണ്. ആൻഡ് വോളിയം ഈസ് എ കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ വോളിയം ഒരു കൺസ്ട്രെയിൻ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് വി ക്യാൻ എലിമിനേറ്റ് വൺ ഓഫ് ദിസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ ടേംസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. സോ വി ക്യാൻ എലിമിനേറ്റ് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ബൈ യൂസിങ് ദി വോളിയം കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, സോ ഹിയർ ദ ഫങ്ഷൻ എഫ് എന്ന് പറയുന്നത് ഇ ആണ് അല്ലേ. ഇ ഈസ് ദ ഫങ്ഷൻ ഓഫ് എ ബി സി. Okay, which is the 3 independent variable. And consider a constraint phi, which is the function of a, b, c. And ഞാൻ പറഞ്ഞു കൺസ്ട്രെയിൻ എന്ന് വെച്ചാൽ ഇവിടെ എന്തായിരുന്നു? വോളിയാണ്. വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു ബി ഇൻറ്റു സി അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് അല്ലേ എ ബി സി. ഓക്കെ, കൺസിഡർ ദിസ് വോളിയം ഈക്വൽ ടു എ ബി സി വിച്ച് ഇസ് ഈക്വൽ ടു കെ. ഒരു കോൺസ്റ്റൻറ്റ്, കെ ഈസ് എ കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ സിൻസ് വോളിയം ഈക്വൽ ടു എ ബി സി വിച്ച് ഇസ് ഈക്വൽ ടു കെ ഈസ് എ കോൺസ്റ്റൻ്റ് എഴുതാം. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് എ ബി സി മൈനസ് കെ ഈസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഇതാണ് കൺസ്ട്രെയിൻ. അപ്പോൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഫൈ ആണ്, വിച്ച് ഇസ് ദ ഫങ്ഷൻ ഓഫ് എ ബി സി. ആൻഡ് വി ക്യാൻ റൈറ്റ് ദിസ് ലൈക്ക് എ ബി സി മൈനസ് കെ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ അറിയാം. മുന്നത്തെ കേസിൽ എഴുതിയത് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ലാംഡ ഡോ ഫൈ ബൈ ഡോ എക്സ് അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് ഇ ആണ്. കൺസ്ട്രെയിൻ ഫൈ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയും ഫൈ തന്നെയാണ് എടുത്തത്. പിന്നെ നമ്മുടെ വേരിയബിൾ എക്സ് വൈ സെറ്റിന് പകരം നമ്മളിവിടെ എ ബി സി ആണ്. അപ്പോൾ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എ ആണ്. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ഇക്വേഷനെ ഇങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ആൻഡ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടേം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ 8m ഇൻറ്റു 1 ബൈ എ സ്ക്വയർ പ്ലസ് 1 ബൈ ബി സ്ക്വയർ പ്ലസ് 1 ബൈ സി സ്ക്വയർ ആയിരുന്നു. അപ്പോൾ ഡോ ഇ ബൈ ഡോ എ ഈ ഫസ്റ്റ് ടേം മാത്രം ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? എച്ച് സ്ക്വയർ ഈസ് കോൺസ്റ്റൻറ്റ്, ദിസ് 8m കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. 1 ബൈ എ സ്ക്വയറിനെ ചെയ്യുമ്പം എ റേസ് ടു -2 എന്ന് വരും. എ ക്യൂബ് -2 ഡിവൈഡഡ് ബൈ എ ക്യൂബ് എന്ന് വരും. ദിസ് 2ഉം 8ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് 4 വരും. ആൻഡ് ദിസ് മൈനസ് വരും. ബാക്കിയുള്ളത് എച്ച് സ്ക്വയർ ബൈ എം എ ക്യൂബാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ടേം ഓക്കെ. ദെൻ ലാംഡ നൗ ഡോ ഫൈ ബൈ ഡോ എ ചെയ്യണം. ഓക്കെ, ഫൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹിയർ ഫൈ എന്ന് പറയുന്നത് എ ബി സി മൈനസ് കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ എ എന്ന് ചെയ്യുമ്പം ഈ ടേമിൽ ബാക്കി ബി സി വരും. ആൻഡ് ദിസ് ഇസ് കോൺസ്റ്റൻറ്റ്, അത് 0 ആവും. അപ്പോൾ ഇവിടെ ലാംഡ ഇതിനെ ചെയ്യുമ്പം ബി സി എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്കിനി വിത്ത് റെസ്പെക്ട് ടു ബി ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു
സി ചെയ്യണം അല്ലേ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് -h²/4m b³ പ്ലസ് ലാംഡ എ സി എന്ന് വരും അല്ലേ. ലാംഡ എ സി = 0. എഗെയിൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സി ചെയ്യാണ്. ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു സി ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് -h²/4m c³ പ്ലസ് ലാംഡ എ ബി = 0 ഇങ്ങനെ കിട്ടും അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇക്വേഷൻ 1, ദിസ് ഈസ് ഇക്വേഷൻ 2 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ 3. ഈ ഒരു ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് പോസിറ്റീവ് ആവും അല്ലേ. ഈ ടേമിനെ അപ്പുറത്ത് കൊണ്ടുപോകണു, ഈ ടേമിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഫസ്റ്റ് ടേമിൽ നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഈ ടേമിൽ എ ചെയ്യുമ്പം ഇവിടെ a² ആവും അല്ലേ. എയും ഒരു എയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇതിൽ ചെയ്യുമ്പം ലാംഡ എ ബി സി എന്ന് വരും. ഇവിടെ h²/4m a² എന്ന് വന്നു അല്ലേ. അടുത്ത സൈഡിൽ ലാംഡ എ ബി സി എന്ന് വന്നു. ഇതേപോലെ തന്നെ ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ബി മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഒരു സൈഡിൽ h²/4m b² എന്ന് വരും, മറ്റേ സൈഡിൽ ലാംഡ എ ബി സി എന്ന് വരും. ഇതിനെ നമ്മൾ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ എ കൊണ്ട്, ഇത് ബി, ഇത് സി മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഒരു സൈഡിൽ ലാംഡ എ ബി സി എന്ന് വരും, മറ്റേ സൈഡിൽ ഒരു സി ക്യാൻസൽ ചെയ്തിട്ട് c² ആവും അല്ലേ. ഈ ടേം അങ്ങോട്ട് പോകുമ്പോൾ ഈ മൈനസ് പോവും. അപ്പോൾ മൂന്നെണ്ണത്തിൻ്റെയും RHS ലാംഡ എ ബി സി ആവും. അപ്പോൾ വി ക്യാൻ റൈറ്റ് ലാംഡ എ ബി സി = ഇതിൻ്റെ കേസിൽ h²/4m a², ദിസ് ഇസ് h²/4m b², ദിസ് ഇസ് h²/4m c² എന്ന് എഴുതാം. സോ ഇതെല്ലാം കോമൺ ആണ്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അറ്റ് ലാസ്റ്റ് വി വിൽ ഗെറ്റ് a = b = c അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ക്യൂബിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, ഒരു ക്യൂബ് ആവുമ്പോഴാണ് മൂന്ന് സൈഡും ഈക്വൽ ആവുന്നത്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ക്യൂബാണ് അല്ലേ. അതായത് വെൻ 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എ ബി സി ആർ ഈക്വൽ ദെൻ എനർജി ഈസ് മിനിമം. അതായത് ഈ മൂന്ന് സൈഡും ഈക്വൽ ആവുന്ന കേസിലാണ് എനർജി മിനിമം ആവുന്നത്. ബോക്സ് എങ്ങനെയായിരിക്കണം, ഒരു ക്യൂബ് ആണെങ്കിലാണ് അവിടുത്തെ എനർജി മിനിമം ആവുന്നത്. അപ്പോൾ നമ്മളിവിടെ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയറും വേരിയേഷണൽ മെത്തേഡും വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഈ ബോത്ത് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ആൻഡ് വേരിയേഷണൽ മെത്തേഡിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ.